കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ചക്കരമാവിന്റെ ചുവട്ടിലിരുന്ന് മാമ്പഴം കഴിക്കാൻ വന്നതായിരുന്നു ജാക്സി എലിക്കുഞ്ഞ്. മുഖമൊക്കെ വീർപ്പിച്ച് അല്പം ദേഷ്യത്തോടെയാണ് വരവ്. അമ്മയോടാണ് ദേഷ്യം. അവന് വലിപ്പം വെക്കാത്തതാണ് അവന്റെ ദേഷ്യത്തിന് കാരണം. ജാക്സിയുടെ അമ്മ കുഞ്ഞനെലിയുടെ അടുത്തേക്ക് പതുക്കെ വന്ന് ചോദിച്ചു, ജാക്സിക്കുട്ടാ, എത്ര മാമ്പഴം കിട്ടി? എനിക്കും തരുവോ രണ്ടെണ്ണം? ആ, എന്താ ഒരു പരിഭവം? എന്താ അമ്മയോട് ദേഷ്യമാ? അമ്മയ്ക്ക് മറ്റേതെങ്കിലും ജീവിയായിട്ട് ജനിച്ചുകൂടായിരുന്നു? അമ്മ എന്ത് ചെറുതാ, ഞാനും എന്ത് ചെറുതാ. എനിക്ക് എത്ര വയസ്സായാലും ഞാൻ അമ്മയുടെ അത്രയല്ലേ വളരൂ. എന്റെ കുട്ടാ, അങ്ങനെ പറയല്ലേ. അമ്മയ്ക്ക് നല്ല സങ്കടം വരൂട്ടോ. അമ്മ നോക്ക്, കഴുതക്കുട്ടനും കുരങ്ങച്ചൻ കുഞ്ഞും പട്ടിക്കുട്ടനും ഒക്കെ വലുതാകുമ്പോ അവരൊക്കെ കുറേ വലിപ്പം വെക്കും. അവരുടെ അമ്മയും അച്ഛനും ഒക്കെ എത്ര വലുതാ. എന്റെ ജാക്സി കുട്ടാ, ഓരോ ജീവിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. എന്റെ മോൻ നല്ല മിടുക്കനല്ലേ? എന്റെ മോൻ സൂപ്പറാ. പിന്നെ പൊക്കമില്ല, വലിപ്പമില്ല, സൂപ്പർ അത്രേ സൂപ്പർ. ഒന്ന് പോമേ. ജാക്സിക്കുട്ടൻ അമ്മയോട് വഴക്കിട്ട് അവിടുന്ന് പോയി. ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ പോയി ആപ്പിള് കഴിച്ചുകൊണ്ടിരുന്നപ്പോ സൂത്രക്കാരനായ വെള്ളപ്പൂച്ച ജാക്സിക്കുട്ടനെ കണ്ടു. അവൻ പമ്മി പമ്മി വന്ന് ജാക്സിയുടെ പുറകിൽ വന്ന് നിന്നു. ജാക്സിയെ പിടിക്കാൻ നോക്കി. പെട്ടെന്നാണ് ജാക്സിക്കുട്ടൻ വെള്ളപ്പൂച്ചയെ കണ്ടത്. അവൻ ഒറ്റ ഓട്ടോടി. വെള്ളപ്പൂച്ച പിന്നാലെയും. പെട്ടെന്ന് ജാക്സി പാറക്കൂട്ടങ്ങൾക്കിടയിൽ കണ്ട ചെറിയ മാളത്തിലേക്ക് ഒറ്റോട്ടം. അതിലേക്ക് ഓടിക്കയറി. അങ്ങനെ രക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുരങ്ങച്ചൻ കുഞ്ഞും കഴുതക്കുട്ടിയും പട്ടിക്കുട്ടിയും ഒക്കെ ഓടി വന്നു. അവരെ കണ്ടപ്പോ വെള്ളപ്പൂച്ച പേടിച്ചുപോയി. അവന് ഓടിക്കളഞ്ഞു. വെള്ളപ്പൂച്ച പോയപ്പോ ജാക്സി പതുക്കെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. രക്ഷപ്പെട്ടു. എടാ, നീ എങ്ങനെ മാളത്തിൽ കയറിയടാ? എന്തു സ്പീഡാടാ നിനക്ക്! നീ എന്ത് സ്പീഡിലാ ഓടിയത്! അമ്പോ, നീ സൂപ്പറാണ് കേട്ടോ. നീ ഇത്ര ചെറുതായത് കൊണ്ടല്ലേ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. അല്ലെങ്കിൽ നീ ഇപ്പോ ആ വെള്ളപ്പൂച്ചയുടെ വായിലായിരുന്നേനെ. പട്ടിക്കുട്ടി പറഞ്ഞു. ശരിക്കും ഞാൻ സൂപ്പറാണോ? എന്റെ അമ്മയും പറഞ്ഞതാ ഞാൻ സൂപ്പറാണെന്ന്. പാവ അമ്മ, വഴക്കിടണ്ടായിരുന്നു. ജാക്സിക്ക് വിഷമം തോന്നി. കൂട്ടുകാരെയും കൂട്ടി ജാക്സി കയ്യിലൊരു ആപ്പിളുമായി അമ്മയുടെ അടുത്തേക്ക് ഓടി. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അല്ലെങ്കിലും എന്റെ മോൻ സൂപ്പറല്ലേ? എന്റെ അമ്മയും സൂപ്പറാ. ജാക്സിയുടെ അമ്മയും സൂപ്പറാ. ജാക്സിയും സൂപ്പറാ. കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ, ഒരിക്കലും നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്. നമ്മുടെ കുറവുകളെ ഓർത്ത് ദുഃഖിക്കാതെ നമ്മുടെ കഴിവുകളെ കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടത് കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.